നമ്മുടെ കംപ്ലീറ്റ് ആരോഗ്യസ്ഥിതി നോക്കിയിട്ടാണ് അവരത് സെലക്ട് ചെയ്യുക. അപ്പോൾ തന്നെ അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റം, ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിസ്റ്റം, വൺ ട്രെയിൻ ഉള്ളി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവിടെ പൊതുവെ അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റമാണ്. ഇപ്പം ഡൽഹിക്ക് പോകുന്ന ഒരു ട്രെയിൻ ആണെങ്കിൽ 5-6 ക്രൂ, സെറ്റ് ഓഫ് ക്രൂ മാറിയാണ് അവിടെ ചെല്ലുന്നത്. ഈ ഒരു 23-ാമത്തെ വയസ്സിൽ പ്രതീക്ഷിക്കാതെ എത്തിച്ചേർന്നതാണല്ലേ ഈ ഒരു പ്രൊഫഷനിലോട്ട്? ഇതിന് അപ്ലൈ ചെയ്യുന്നവരെ എന്ന് അങ്ങനെ തന്നെ പറയാം. ട്രെയിൻ ഓടിക്കും എന്നൊരു ധാരണയില്ലായിരുന്നു. ജാതകത്തിൽ ഞാൻ പറഞ്ഞില്ലേ വക്കീലാകുമെന്നായിരുന്നു. ഇന്ത്യ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ അതിൻ്റെ എൻജിൻ റൂമിൽ എന്താണ് നടക്കുന്നതെന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ടാവില്ല. എനിക്കുമില്ല എന്താണ് ആ ഒരു എൻജിൻ റൂമിനകത്ത് നടക്കുന്നത്, എന്തായിരിക്കാം ആ ഒരു ലോക്കോ പൈലറ്റിൻ്റെ കണ്ണിലൂടെ ആ ഒരു ട്രെയിൻ പോകുന്നൊരു രീതി എങ്ങനെയാണെന്ന്. നമ്മളോടൊപ്പം എന്നുള്ളത് ജി സുരേഷ് കുമാറാണ്. 34 വർഷം സതേൺ റെയിൽവേയിൽ പ്രവർത്തിച്ച ലോക്കോ പൈലറ്റാണ്. നമസ്കാരം സർ. നമസ്കാരം സാറ്. 34 വർഷം സതേൺ റെയിൽവേയിലായിരുന്നല്ലേ പ്രവർത്തിച്ചത്? എന്താണ് ശരിക്കും ആ ഒരു എൻജിൻ റൂമിലെ ആ ഒരു ലോക്കോ പൈലറ്റ് എന്ന രീതിയിൽ? നമ്മളൊക്കെ ട്രെയിനിൽ കാണുമ്പോൾ സൈഡിൽ കൂടെയൊക്കെ വിൻഡോസിലൂടെയൊക്കെ ദൃശ്യങ്ങൾ കാണും. പക്ഷേ നിങ്ങളുടെ കണ്ണിലൂടെയുള്ള ഒരു യാത്ര, ശരിക്കും നമ്മളിപ്പോൾ ഒരു ട്രെയിൻ യാത്രയാണ് നടത്താൻ പോകുന്നത് ലോക്കോ പൈലറ്റിനൊപ്പം. അതിൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ബാലേന്ദ്ര ചുള്ളിക്കാടിൻ്റെ ഒരു കവിതയുണ്ട്, ആത്മഹത്യയ്ക്കും കൊലയ്ക്കുമിടയിലൂടെ ആർത്തനാദം പോലെ വായുന്ന ജീവിതം. അത്രമാത്രം ടെൻഷനും ബുദ്ധിമുട്ടും ഒരു ആത്മഹത്യയിലേക്ക് വരെ അങ്ങനെ അത്രത്തോളം നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത്രത്തോളം നമ്മളെ ഉത്തരവാദിത്വത്തിൻ്റെയും ടെൻഷൻ്റെയും ഒക്കെ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന കുറേ കാര്യങ്ങൾക്കിടയിലൂടെ ബാലൻസ്ഡായിട്ട് പോകുന്ന, പുറത്താരും മനസ്സിലാക്കാത്ത ഒരു ചിന്താഗതിയും രീതിയും ആണ് ഒരു ലോക്കോ പൈലറ്റിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. ഒറ്റ വാക്കി പറഞ്ഞാൽ എനിക്കതാണ് പറയാൻ തോന്നുന്നത്. ഞാനൊക്കെ ചെറുപ്പത്തിൽ ലോക്കോ പൈലറ്റിനെ കാണുമ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടെ ആയിരിക്കും നോക്കുന്നത്. ഈ വലിയ വണ്ടി എങ്ങനെയാണ് ഈ മനുഷ്യൻ കൊണ്ടുവന്നത്? അത് കുഞ്ഞായതുകൊണ്ട് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഒരു സാറ് തന്നെ ഈ 23-ാമത്തെ വയസ്സിലല്ലേ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ട്, 23-ാമത്തെ വയസ്സിൽ ലോക്കോ പൈലറ്റ് ആയിട്ട്, അന്ന് അസിസ്റ്റന്റ് പൈലറ്റ് അന്ന് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റാണ്, അസിസ്റ്റന്റ് ഡ്രൈവർ എന്നാണ് പറയുക. സാറ് എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയത്? എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ഈ ലോക്കോ പൈലറ്റ് ആവുന്നത്. ഈ പ്ലെയിൻ്റെ ഒക്കെ പൈലറ്റ് ആവുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ എങ്ങനെയായിരിക്കും ഈ ലോക്കോ പൈലറ്റ് ആവുന്നത്? എങ്ങനെയാണ് ഈ പ്രൊഫഷനിലേക്ക് എത്തിയത്? ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ടെക്നിക്കൽ സൈഡിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അന്ന് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരുടെയൊക്കെ ഒരു താല്പര്യത്തിന് അങ്ങനെ ടെക്നിക്കൽ സൈഡിലേക്ക്, അങ്ങനെയാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് പോയത്. ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് 3 വർഷം പഠനം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ബാംഗ്ലൂരിൽ പോസ്റ്റ് ഡിപ്ലോമ ഇൻ മെയിൻ്റനൻസ് എഞ്ചിനീയറിങ്ങിന് കിട്ടി. അത് 2 വർഷത്തെ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്ത അതിൻ്റെ അവസാന സെമിസ്റ്ററിലാണ് ഈ സതേൺ റെയിൽവേയുടെ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത്. അന്ന് ലോക്കോ പൈലറ്റ് എന്നല്ല പറയുക, അസിസ്റ്റൻറ്റ് ഡ്രൈവർ എന്നാണ്. അസിസ്റ്റൻറ്റ് ഡ്രൈവർ. അപ്പോൾ സതേൺ റെയിൽവേയിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാടാണല്ലോ, റെയിൽവേ ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിന് അപ്ലൈ ചെയ്തു. റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു. റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു മെഡിക്കൽ ടെസ്റ്റിന് വരാൻ പറഞ്ഞു. മെഡിക്കൽ ടെസ്റ്റിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ കംപ്ലീറ്റ് ഫിസിക് അവർ ചെക്ക് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മുടെ അത് ഒരു ഐസൈറ്റൊക്കെ ശരിക്കും ഇന്ത്യൻ എയർഫോഴ്സിലെ പൈലറ്റ്സിൻ്റെ ആ സ്റ്റാൻഡേർഡിലാണ്, 6/6 എന്നുള്ള ലെവലിലാണ് അത് ചെയ്യുക. അതുകൂടാതെ സൈക്കോളജിക്കൽ ടെസ്റ്റ് എല്ലാം ഒരു സമഗ്രമായിട്ട് ഒരു നമ്മുടെ കംപ്ലീറ്റ് ആരോഗ്യസ്ഥിതി നോക്കിയിട്ടാണ് അവരത് സെലക്ട് ചെയ്യുക. ആ മെഡിക്കൽ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രെയിനിങ്ങിന് വിടുകയാണ് ചെയ്യുക. ട്രെയിനിങ്ങിന് അന്നത്തെ കാലത്ത് ഞങ്ങളെ ആദ്യം വിട്ടത് ബാംഗ്ലൂർക്കായിരുന്നു. ഇന്ന് ബാംഗ്ലൂരിൽ അന്ന് പ്രധാനമായിട്ടും 2 തരം ഇതാണുള്ളത്. നമ്മളെ ഡ്യൂട്ടിയിൽ വരുമ്പോൾ ജനറൽ റൂൾസ്, ട്രാഫിക് റൂൾസാണ് ആദ്യം പഠിപ്പിക്കുക. അപ്പോൾ ഈ നമ്മൾ ട്രെയിനുകൾ ഇങ്ങനെ പോകുന്ന കാണുന്നുണ്ട്, പക്ഷേ ഇത് ചുമ്മാ അങ്ങ് പോവല്ല, ഇതൊരു സിസ്റ്റം ഓഫ് വർക്കിംഗ് ഉണ്ട്.
ഇപ്പം തന്നെ അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റം, ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിസ്റ്റം, വൺ ട്രെയിൻ ഉള്ളി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവിടെ പൊതുവെ അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റമാണ് നടക്കുന്നത്. എന്താ ഈ സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു? അതായത് ഒരു 2 സ്റ്റേഷനിടയ്ക്ക് ഒരു ട്രെയിനേ വരാൻ പാടുള്ളൂ. അപ്പോൾ അത് പലതരത്തിലാണ് അവർ നിയന്ത്രിക്കുന്നത്. പൊതുവെ സിഗ്നലുകളുമുണ്ട്. അപ്പോൾ ഏതൊക്കെ സിഗ്നൽ എങ്ങനെയൊക്കെ കിട്ടിയാലും നമുക്ക് മുമ്പോട്ട് പോകാം. അത് എന്തെങ്കിലും അതിനകത്തൊരു അബ്നോർമാലിറ്റി വരികയാണ് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി ഉണ്ട്. അതാണ് ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡീസൽ എൻജിൻ്റെ, അന്നത്തെ കാലത്ത് ഡീസൽ എൻജിനായിരുന്നു ഉണ്ടായിരുന്നത്. ഇലക്ട്രിക് എൻജിൻ വന്നിട്ടില്ല. ഞങ്ങൾ 89 ഇവിടെ അപ്പോയിൻമെൻ്റ് ആകുന്നത്. ഇലക്ട്രിക് ട്രെയിനിൽ വന്ന് പിന്നെയും 10-11 വർഷം കഴിഞ്ഞിട്ട് 2000 അപ്പോൾ ഇലക്ട്രിക് ട്രെയിനിൻ്റെ ഈ ഡീസൽ എൻജിൻ്റെ ട്രെയിനിങ് ബാംഗ്ലൂരിലെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈറോഡ് വന്ന് അവിടുത്തെ ലോക്കോ ഷെഡിൽ പ്രാക്ടിക്കലായിട്ട് എൻജിൻ്റെ മെക്കാനിസവും ടെക്നിക്കൽ ഓരോ പാരാമീറ്റേഴ്സ് അതെല്ലാം അന്ന് അവിടെ പഠിപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുച്ചിറപ്പള്ളിയാണ് ട്രെയിനിങ്ങിൻ്റെ പ്രധാന ഒരു കേന്ദ്രം. സതേൺ റെയിൽവേയുടെ തിരുച്ചിറപ്പള്ളി, പിന്നെ മദ്രാസിലെ ആവടി, അത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ളത് ലോക്കോ പൈലറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം. ബാംഗ്ലൂരിലെ സിസ്റ്റം ടെക്നിക്കൽ സ്കൂളിലായിരുന്നു ഈ ട്രാഫിക് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളെ. ഇപ്പം അത് അവിടെ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു, ഇവിടെ തന്നെയാണ്. അപ്പോൾ ഈ തിരുച്ചിറപ്പള്ളിയിലെ ട്രാഫിക് ട്രെയിനിങ് ബാംഗ്ലൂരിലെ അത് കഴിഞ്ഞിട്ട് ഈറോഡിലെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ തിരുച്ചിറപ്പള്ളിയിൽ ഗോൾഡൻ റോക്ക് ഒരു വർക്ക്ഷോപ്പുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഡീസൽ ട്രെയിനിങ് സ്കൂളും ഉണ്ട്. അവിടെയാണ് ഡീസൽ എഞ്ചിൻ മെക്കാനിസം എല്ലാം പഠിപ്പിച്ചത്. അതെല്ലാം കൂടെ ഏകദേശം 1 വർഷത്തോളം എടുക്കും. ഒരു വർഷത്തെ ട്രെയിനിങ് ഏകദേശം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഓപ്പൺ ലൈനിൽ നമ്മളെ വിടുകയാണ്. ഓപ്പൺ ലൈനിൽ വിടുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ട്രെയിനിൽ പോയി പ്രാക്ടിക്കലി ഓടിക്കാൻ അനുവാദമില്ല. ഓടിക്കാനായിട്ട് നമുക്ക് ഒന്നുകിൽ ഷണ്ടർ ആകുന്നവരെയോ അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡ്രൈവർ ആയാലോ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറ്റത്തുള്ളൂ. അസിസ്റ്റൻറ്റ് ഡ്രൈവർ എന്നുള്ള നിലയിൽ നമുക്ക് ഈ ഇതിൻ്റെ ത്രോട്ടിൽ ഹാൻഡിൽ എന്ന് പറയാം, ഡീസൽ എഞ്ചിൻ്റെ നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്ന ഇത്, അപ്പോൾ അതിന് നമുക്ക് അനുവാദമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ പോവുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നേരിടാം, ഈ എൻജിൻ നമ്മൾ ചെക്ക് ചെയ്യുക, എടുക്കുക, അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ്, ഓയിലിൻ്റെ അളവ്, ഡീസൽ, പിന്നെ അതിൻ്റെ എന്തെങ്കിലും ഹോട്ട് എൻജിൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന അതെല്ലാം നോക്കുക. പിന്നെ ഈ ദൂരെ നിന്ന് സിഗ്നൽ പിക്കപ്പ് ചെയ്യുക. നമ്മൾ വളരെ ദൂരെ നിന്ന് വരുമ്പോഴത്തേന് നമുക്ക് വേറെ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇപ്പോഴാണ് ഈ വാക്കി ടോക്കിയൊക്കെ വരുന്നത്. വാക്കി ടോക്കി ഉണ്ടെങ്കിൽ പോലും നമുക്ക് സിഗ്നലൊന്നും അതിനകത്തൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അനുവാദമില്ല. ഇപ്പോഴും നമ്മൾ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ ഒരു സ്റ്റേഷൻ മാസ്റ്റർ നമുക്ക് തരുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ നമ്മളും കൂടാണ് ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പം നമ്മളിപ്പം എറണാകുളം സൗത്തിൽ നിന്ന് എറണാകുളം നോർത്തിലോട്ട് പോവുകയാണെങ്കിൽ എറണാകുളം നോർത്തിൽ SM സ്റ്റേഷൻ മാസ്റ്റർ അങ്ങനൊരു സിഗ്നലിൽ കൂടാണ് നമ്മളെ അതിനെ അനുവദിക്കുന്നത്. ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചുവപ്പ് സിഗ്നൽ നമുക്ക് പോകാൻ പാടില്ല. പച്ചയോ മഞ്ഞയോ ആണെങ്കിൽ, മഞ്ഞയാണെങ്കിൽ കോഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശ്രദ്ധിച്ച് വരിക. പച്ചയാണെന്നുണ്ടെങ്കിൽ ത്രൂ, നിങ്ങൾക്ക് ആ സ്റ്റേഷൻ പാസ് ചെയ്ത് പോകാം. ഇത് കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ ഈ സിഗ്നലിൽ കൂടെ നടക്കുക. അപ്പോൾ നമ്മൾ ഈ പോകുമ്പം സിഗ്നൽ പിക്കപ്പ് ചെയ്യുക. ദൂരെ നിന്ന് കാണുമ്പോൾ അത് കൃത്യമായിട്ട് എങ്ങനെയാണ് ആ സിഗ്നൽ കാണുന്നത്, അപ്പിയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് തന്നെ കാണാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം. ഈയിടെ തന്നെ ഒരു സംഭവം ഉണ്ടായി. തമിഴ്നാട്ടിൽ എവിടെയാണെന്ന് തോന്നുന്നു, ഒരു കള്ളൻ ഈ സിഗ്നൽ അയാളുടെ ഇതുകൊണ്ട് തുണി കൊണ്ട് അങ്ങോട്ട് മറച്ച് ട്രെയിൻ അവിടെ നിർത്തിയിട്ട്, ഒരു പക്ഷേ വായിച്ച് കാണും, ട്രെയിൻ അവിടെ നിർത്തിയിട്ട് അയാൾ ഇതിനകത്ത് മോഷണം നടത്തി. അപ്പോൾ അങ്ങനെയുള്ള ഈ അബ്നോർമൽ സിറ്റുവേഷൻസിലൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇത്രയാരും എന്താ വിചാരിച്ചിട്ടില്ല. സാധാരണ നമ്മൾ എന്തെങ്കിലും ഈ മിസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ മഞ്ഞ് കൊണ്ടോ പുക കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ സിഗ്നൽ തെളിയാതിരുന്നാലോ അങ്ങനെയുള്ള അബ്നോർമൽ സിറ്റുവേഷൻസിൽ നമ്മൾ അങ്ങനെ പെരുമാറണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതായത് പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ വരുന്ന, വർക്കിംഗ് ലൈഫിൽ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കാലം കൊണ്ട് പഠിച്ച് മനസ്സിലാക്കണം. ഇതിന് എത്ര പീരീഡ് ടൈം ഉണ്ട്, എത്ര സമയം എടുക്കും? അന്ന് ഞങ്ങൾക്ക് അത് ഓരോ സമയത്ത് ഓരോന്നാണ്. അന്നത് ഞങ്ങൾക്ക് കുറേ കൂടെ സമയം കിട്ടുമായിരുന്നു. ഏകദേശം 6 മാസത്തോളം നമുക്കത് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രാക്ടിക്കൽ. ഇപ്പോൾ ഒക്കെ അത് പിന്നെയും കുറച്ചിട്ടുണ്ട്. കാരണം ഇപ്പം അതിൻ്റെ ആൾക്കാരെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത കൂടുതൽ. പിന്നെ ആ ട്രെയിനിങ്ങിൻ്റെ മാർഗ്ഗങ്ങളും അവർ കുറച്ചുകൂടെ ഒക്കെ മോഡിഫൈ ചെയ്തുകൊണ്ടും ഒക്കെ ആവാം, കുറേ കൂടെ കുറവാണ് ഇപ്പം കിട്ടുന്നത്. അന്ന് ഞങ്ങളുടെ അന്നത്തെ ഇലക്ട്രിക്കൽ ട്രെയിനിങ് 6 മാസമായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പം 3 മാസം പോലും കിട്ടുന്നില്ല.
അതുപോലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയത് അതായിരുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു വർഷം മിച്ചം കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മളെ അസിസ്റ്റൻറ്റ് ഡ്രൈവറായിട്ട് ആദ്യം എനിക്ക് കിട്ടിയ പോസ്റ്റിങ് കൊല്ലത്തായിരുന്നു. കൊല്ലത്ത് 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ എറണാകുളത്തേക്ക് വന്നു. ഞാനിങ്ങനെ ചോദിക്കാൻ വരുമായിരുന്നു സാറിൻ്റെ റൂട്ട് എങ്ങനെയാണ് സദേൺ റെയിൽവേ എന്ന് പറയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറി, ഞാൻ കയറുമ്പോൾ ഓടിക്കുന്ന അതേ ലോക്കോ പൈലറ്റ് തന്നെയാണോ? ഞാനിപ്പോൾ പോകുന്നത് എവിടെ ചെന്നൈയിലേക്കാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ദൂരം കൂടിയ ട്രെയിനൊക്കെ ഉണ്ടല്ലോ, വിവേക് എക്സ്പ്രസ് ഒക്കെ പോലെ, അപ്പോൾ ഇവിടെ നിന്നുള്ള ലോക്കോ പൈലറ്റ് തന്നെയാണോ അങ്ങ് വെസ്റ്റ് ബംഗാൾ വരെ എന്നെ കൊണ്ടുപോകുന്നത്? അല്ല, അത് നമ്മളെ കാണുമ്പോൾ അങ്ങനെയാണെങ്കിലും ഇവിടുന്ന് പോകുന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ ഒരു 6 മണിക്കൂർ ഒരു 8 മണിക്കൂർ സ്പാനിൽ ഇത്ര കിലോമീറ്റർ അല്ല, അത് ഏകദേശം അതിൻ്റെ ഒരു സമയമാണ്. 6 മണിക്കൂർ ഒരു സമയത്തിൽ നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു ദൂരം അവർ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അപ്പം തിരുവനന്തപുരത്ത് നിന്നാണ് നോർമലി ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം ആകുമ്പോൾ ഒരു ക്രൂ ചേഞ്ച് ഉണ്ടാവും. ഈ പോകുന്ന ഡ്രൈവറെയും അസിസ്റ്റൻറ്റിനെയും ചേർത്ത് പറയുന്ന പേരാണ് ക്രൂ. റെയിൽവേയിലോട്ട് ചെല്ലുമ്പോൾ കുറേ ടൈംസ് ഇതുപോലെ നമുക്ക് വരും. ആദ്യകാലത്ത് നമ്മുടെ ഒരു ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ. ഇതിനും കൂടെ ഒക്കെയാണ് ട്രെയിനിങ്. അപ്പോൾ ഈ ക്രൂ ചേഞ്ച് എറണാകുളത്ത് നടന്നാൽ അടുത്ത ചേഞ്ച് പോകുമ്പം അന്നത്തൊക്കെ പാലക്കാടായിരുന്നു. പാലക്കാട് കഴിഞ്ഞ് അടുത്തത് ഈറോഡ് അങ്ങനെയായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ഈ പാലക്കാട് എന്നുള്ളത് മാറ്റി എറണാകുളത്തു നിന്ന് ക്രൂ ചേഞ്ച് നടത്തിയാൽ പിന്നെ അത് ഈറോഡ്, അങ്ങനെ ഒറ്റ അടിക്ക് നമുക്ക് കുറേ കൂടെ ദൂരം പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പം ഡൽഹിക്ക് പോകുന്ന ഒരു ട്രെയിനാണെങ്കിൽ 5 or 6 ക്രൂ സെറ്റ് ഓഫ് ക്രൂ മാറിയാണ് അവിടെ ചെല്ലുന്നത്. നമ്മൾ ഇതുപോലെ പാണ്ടിലൂർക്കാർ പോകുന്ന പോലെ ഒരേ ഇത് പഞ്ചാബ് വരെ അങ്ങ് ഓടിച്ചു പോവുകയും ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുകയും, അതെ, അങ്ങനല്ല. ഇതിന് അങ്ങനെ ഇതില്ലല്ലോ. മറ്റേ അവർക്ക് ഒരു ക്ഷീണം തോന്നിയാൽ അവർക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് വഴി സൈഡിൽ ഒതുക്കിയിട്ട് 1 മണിക്കൂറൊക്കെ ചെയ്യാം. അത് പറ്റില്ല, ഓടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു അനുവദനീയ ആ സമയത്തിനകത്ത് നമുക്ക് വേറൊരു സ്പോട്ടിൽ നമുക്ക് റെസ്റ്റ് തരും. റൂട്ട് എങ്ങനെയായിരുന്നു എറണാകുളം? എനിക്ക് എറണാകുളത്തായിരുമ്പോൾ നമ്മൾ വടക്കോട്ടുള്ള ട്രെയിൻ, നോർത്തിലേക്കുള്ള ട്രെയിനൊക്കെ പോവുകയാണെങ്കിൽ ഈറോഡ് വരെയായിരുന്നു. ഈറോഡ് വരെ. നമ്മൾ കേരളത്തിനകത്താണ് ഈ ഡയറക്ഷനിൽ പോകുന്നതെങ്കിൽ ഷൊർണൂർ കഴിഞ്ഞിട്ട് കോഴിക്കോട് പോകുമായിരുന്നു. കോഴിക്കോടായിരുന്നു നമ്മുടെ മാക്സിമം ലിമിറ്റ്. അതിനപ്പുറം നമുക്ക് പോകേണ്ടി വരത്തില്ല. അപ്പോൾ ഈ സ്ഥലം വരെയുള്ള അതാണ് അതിനകത്ത് വേറൊരു കാര്യവും. നമുക്ക് ഈ പോകേണ്ടി വരുന്ന ഇത് നമുക്ക് ചുമ്മാ അങ്ങ് പോകാൻ പറ്റില്ല. നമുക്ക് അതിന് മുമ്പ് പല പ്രാവശ്യം ഈ സെക്ഷനിൽ കൂടെ പോയി റോഡ് ലേണിംഗ് എന്ന് പറയും. അവിടെയുള്ള സിഗ്നൽസ്, ട്രാഫിക്കിൻ്റെ രീതി, ഏതൊക്കെ സിസ്റ്റത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു, അതല്ല ഇപ്പം ഇത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റം, കുറേ ടെക്നിക്കൽ ടൈംസാണ് ഓട്ടോമാറ്റിക്. അപ്പോൾ അത് പലയിടത്തും പലതായിരിക്കും. മദ്രാസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇതാണ് രീതി. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ ഇതിലാണോ അതിലൊക്കെ നമ്മൾ വെൽ വേഴ്സ് ആയിരിക്കണം, നമ്മൾ നന്നായിട്ടത് അറിഞ്ഞിരിക്കണം. അതുപോലെ ഈ റോഡ് ലേണിംഗ് എന്ന് പറയും. അതായത് ഈ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ പോകുന്നു, ട്രെയിൻ അങ്ങ് ഓടിച്ചു പോകുന്നു, അങ്ങനെ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ വലിയ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ആ ഒരു കണക്കാക്കി നമ്മൾ പോയില്ലെങ്കിൽ, എക്സ്പ്രസ് ട്രെയിൻ പൊതുവെ അത്ര പ്രശ്നം വരാറില്ല, കുറച്ചുകൂടെ പവർഫുൾ എഞ്ചിനാണ്, അത്രത്തോളം ലോഡും ഇല്ല. പക്ഷേ ഗുഡ്സ് ട്രെയിനൊക്കെ ആണെങ്കിൽ അറിയാതെ ഒരാൾക്ക് ഓടിക്കാൻ പറ്റത്തേയില്ല. അത് അവിടെ നിന്ന് പോകും, പാതി വഴിക്ക് നിന്ന് പോകും. പിന്നെ പുറകിൽ വേറെ എഞ്ചിൻ കൊണ്ട് തള്ളേണ്ടിയോ അല്ലെങ്കിൽ വലിക്കേണ്ടിയോ ഒക്കെ വരും. ഗുഡ്സ് ട്രെയിൻ ആയിരുന്നില്ലേ ഇനിഷ്യലി? എല്ലാവരും ഗുഡ്സ് ട്രെയിനിലാണ് ഇത് കിട്ടുക. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ആദ്യത്തെ ഈ അസിസ്റ്റൻറ്റ് ഡ്രൈവർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷണ്ടർ എന്നും പറഞ്ഞ് പോസ്റ്റ് ചെയ്യും. ഷണ്ടർ കഴിഞ്ഞ് അത് സ്റ്റേഷനിലെ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക എന്നുള്ളതാണ് പൊതുവെ. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരു അവസരം എന്നുള്ളതാണ്, നമ്മൾ തന്നെ എഞ്ചിൻ ഹാൻഡിൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഗുഡ്സ് ഡ്രൈവറിലേക്ക്. അതിന് വേറെ ട്രെയിനിങ്ങും ഉണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യുക. ഇതുപോലെ തന്നെ വീണ്ടും ട്രാഫിക് ട്രെയിനിങ്ങും ഡീസൽ എഞ്ചിൻ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ടാണ് ഗുഡ്സ് ഡ്രൈവറായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ളത് ഈ എക്സ്പ്രസ് ട്രെയിനിങ് ഇതോ അല്ല എക്സ്പ്രസ്സോ പാസഞ്ചറോ അല്ല, ഈ ഗുഡ്സാണ്. ഗുഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ പാസഞ്ചർ, അത് കഴിഞ്ഞിട്ട് മെയിൽ ബാർ എക്സ്പ്രസ്, അങ്ങനെയാണ് അതിൻ്റെ രീതി. അതായത് ഒരാളുടെ ജീവൻ ഒരാളുടെ കൈ കൊടുക്കുമ്പോഴത്തേന് ഇയാളെ ഇതിൽ കൂടെ എല്ലാം പാസ് ചെയ്ത് മാക്സിമം എല്ലാ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ടാണ് ഒരു പാസഞ്ചറുടെ ട്രെയിൻ ഈ ലോക്കോ പൈലറ്റിന് കൊടുക്കുക. ഈ ഒരു 23ാമത്തെ വയസ്സിൽ പ്രതീക്ഷിക്കാതെ എത്തിച്ചേർന്നതാണല്ലേ ഈ ഒരു പ്രൊഫഷനിലോട്ട്?
ഇതിന് അപ്ലൈ ചെയ്യുന്നവരെ എന്ന് അങ്ങനെ തന്നെ പറയാം. ഉം. കാരണം എൻ്റെ വന്യമായ സ്വപ്നങ്ങളിൽ പോലും ഈ ലോക്കപ്പിൻ്റെ ട്രെയിൻ ഓടിക്കും എന്നൊരു ധാരണയില്ലായിരുന്നു. ജാതകത്തിൽ ഞാൻ പറഞ്ഞില്ലേ വക്കീലാകുമെന്നായിരുന്നു. എന്തുകൊണ്ടോ ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം വേറെ കുറേ ശക്തികളും കൂടെ ആണല്ലോ നമ്മളെ എവിടെയൊക്കെയോ കൊണ്ടുപോകുന്നത്. അങ്ങനെ എത്തിയതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും എത്തിപ്പെട്ടു. അതിൽ തന്നെ റിട്ടയർ ആകുന്നവരെ അല്ലെ റിട്ടയർമെൻറ്റ് മേടിക്കുന്നവരെ തുടരുകയും ചെയ്തു.